ഡാർക്ക് ത്രോയിങ് പ്രോബ്ലത്തിൽ ഇനി ബാക്കിയുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എല്ലാം കവർ ചെയ്ത് വന്നു. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനുള്ള ആൻസർ അറിയണമല്ലോ. ഓക്കെ, അതിന് ഇനി കുറച്ച് കാര്യം കൂടെ അറിയണം. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഹിറ്റ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്താണ് ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ എന്ന്. സോ ഈ കാണുന്ന ഇക്വേഷൻ എങ്ങനെ വന്ന് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ എന്ന് കണ്ടാ വന്നേക്കുന്നത്. പക്ഷെ അത് തെറ്റാ. ഓക്കെ ഓക്കെ ഇങ്ങനെ ചിന്തിക്കില്ല. ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്നായിരുന്നു, അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു വന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വഴിയൊക്കെ വന്നിട്ട് ഫൈനൽ നമ്മൾ കണ്ടുപിടിച്ച് ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇപ്പൊ ഇത് തെറ്റാന്ന് പറയുന്നത് പിന്നെ എന്തിനാ ഇത്രയും പറഞ്ഞത്? ഓക്കെ, മൊത്തത്തിൽ തെറ്റാന്നല്ല പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് തെറ്റ്. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരി. മനസ്സിലായോ? അത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടിയ ഭാഗത്ത് കൂടുതൽ ഹൈറ്റ് ആയിരിക്കും, പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് ആയിരിക്കും. അതായത് ഒരു ആറ് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണല്ലോ. ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഡിസ്റ്റൻസ് കുറഞ്ഞ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടും. അപ്പൊ മനസ്സിലായില്ല എങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നതെന്ന്. ഓൾറെഡി നമ്മൾ വിഷ്വലി കണ്ടതാ. ഇനി അതെന്താ അങ്ങനെ വന്നത്? ഓക്കെ, അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ ആണ്. അതെങ്ങനെ വന്നതെന്ന് പറയാം. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്ന സമയത്ത് പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം എല്ലാ സ്ഥലത്തും. എവിടെയെങ്കിലും എനിക്ക് അബദ്ധത്തിൽ തിരിഞ്ഞു പോയിട്ടുണ്ട്, ഐ എം സോറി ഫോർ ദാറ്റ്. പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ല ശരിക്കും. പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു തന്ന മൊത്തം പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ്. അതെന്ത് നിയർലി ഈക്വൽ ടു? എന്താ എക്സാക്ട്ലി ഈക്വൽ ആവാത്ത? ഓക്കെ, ആവും ഒരു കണ്ടീഷനിൽ. എന്താണെന്നറിയാം, നമ്മുടെ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് 3 കാര്യങ്ങളുള്ള ആരൊക്കെയാ? പ്രോബബിലിറ്റി, ഏരിയ, പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇതിൻ്റെ അകത്ത് ഏരിയ എത്രത്തോളം ചെറുതാവുന്നോ പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നോ. മനസ്സിലായി? ഏരിയ കുറഞ്ഞു വന്നാൽ ഈ നിയർലി ഈക്വൽ ടു മാറി എക്സാക്ട്ലി ഈക്വൽ ആവും. അതായത് നമ്മൾ മറ്റേ ഡിഫറൻസിയേഷനിൽ ഡെറിവേറ്റീവിൽ കണ്ടില്ലേ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ്സ് ടു 0 ആകുമ്പോൾ നിയർലി ഈക്വൽ ടു മാറി എക്സാക്ട്ലി ഈക്വൽ ആവുന്നു. അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഏരിയ എത്രത്തോളം ചെറുതാവുന്നോ അത്രയും ചെറുതായി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അതെന്താ അങ്ങനെ പറയുന്നത്? എന്റെ കാരണമുണ്ട്. എന്താന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ കണ്ട നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, എന്ത്? ഇ റേസ്റ്റ് മൈനസ് ആർ സ്ക്വയർ. ആക്ച്വലി അതെന്താ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്? നമ്മുടെ ബെൽ കർവിലൊക്കെ തന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു പോയിന്റ് ഇതാണ് ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഈ കാണുന്ന ബെൽ കർവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ എക്സാക്ട്ലി ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന്റെ റെപ്രസെന്റേഷൻ അല്ല ഇത്. ഇത് ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന്റെ ഒരു ഫാക്ടറാണ്. ഇതിന്റെ കൂടെ സംതിങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറഞ്ഞ ബെൽ കർവ്. ഓക്കെ, ഈ കാണുന്നത്. സോ ഇത് ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന്റെ റെപ്രസെന്റേഷൻ, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ റെപ്രസെന്റേഷൻ ആയി കാണുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇതിൽ എങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി പറയുന്നത്? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ അതേ സാധനം. അതായത് ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടുതലാണെങ്കിൽ, ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഹയർ ആയിരിക്കും. കേട്ടോ, ഈ പോയിന്റിൽ ഇവിടുത്തെ ഹൈറ്റ് കൂടുതലല്ല. ഈ കാണുന്ന നടുക്കത്തെ ഷെല്ലൊന്നും നോക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷന് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ, ഹൈറ്റ് കാണിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുന്നത്, ഇവിടെ ഹൈറ്റ് കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഹയറാ. ഇനി ഞാൻ വീണ്ടും എക്സാക്ട്ലി നടുക്കോട്ട് പോകുന്ന നോക്കിയാൽ എന്താ? വീണ്ടും ഹൈറ്റ് ഒരുപാട് കൂടും. അതിന്റെ അർത്ഥം എന്താ? അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഭയങ്കര ഹയറാ. ഇവിടെ നോക്കിയാൽ എന്താ? ഹൈറ്റ് തീരെ കുറവ്. അപ്പൊ എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റി തീരെ കുറവ്. സോ ഇവിടെ ആക്ച്വലി പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹൈറ്റ് ആണ്. ആ പോയിന്റിലെ ഹൈറ്റ് നമുക്ക് എക്സാക്ട്ലി വന്നാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? പക്ഷെ അവിടെ നിങ്ങൾ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട്. ആ എക്സാക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ അല്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 സാധനമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആണ്, ഈക്വൽ ടു ആർ സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ പോയിന്റിലെ ഹൈറ്റ് ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ എടുക്കാൻ പറ്റത്തില്ല. പകരം എന്താ? അതിന്റെ ഫ്രണ്ടിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്.
ആ കോൺസ്റ്റന്റ് പോലാണ്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്, വേരിയൻസ് എന്ന് വിളിക്കും. അതെന്താന്ന് പറഞ്ഞുതരാം. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ്. വേരിയൻസ് എന്ന് വിളിക്കും. ഈ വേരിയൻസ് ആണ് ആക്ച്വലി എത്രത്തോളം ഹൈറ്റ് കൂടണം, ഹൈറ്റ് കുറഞ്ഞിരിക്കണം നമ്മുടെ ബെൽ കർവിൽ നിന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെന്താന്ന് പറഞ്ഞുതരാം. അത് ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ടേമാ. എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് അതിന് നമുക്ക് പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ആ കാണുന്ന ബെൽ കർവിലെ ഒരു സ്പെസിഫിക് പോയിന്റിലെ ഹൈറ്റ് എടുത്താൽ ആ ഹൈറ്റ് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി തരും. മനസ്സിലായി? ആ ഹൈറ്റ് കിട്ടണമെങ്കിൽ e⁻² കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. പിന്നെ അതിൻ്റെ അകത്ത് വേരിയൻസ് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്, അത് എവിടെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്താ, ഹൈറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി തരും. അത്രയും മാത്രം ഇപ്പൊ അറിയാം. കാരണം നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ഹൈറ്റ് കൂടിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടെ, ഹൈറ്റ് വന്നാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറയും. ഇനി നമുക്ക് അതേ ബെൽ കർവിലോട്ട് വന്ന വേറൊരു സാധനം കാണാനുണ്ട്. അതായത് ഞാൻ നമ്മുടെ ഡാറ്റ് ബോർഡിന്റെ അടുത്ത് പോകാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത്രയും നേരം പറഞ്ഞു വന്നതിലൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഡാർട്ട് ഏറ്റവും കൂടുതൽ കൊള്ളാനുള്ള പ്രോബബിലിറ്റി എവിടെയായിരുന്നു? ഈ കാണുന്ന ഏരിയയിലല്ലേ, അതായത് ഈ ബുൾസ് ഈ ഗ്രീൻ റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളതും ഈ കാണുന്ന റിംഗിന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഏരിയ. ഓക്കെ, ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രോബബിലിറ്റി വാല്യൂവിനെ കുറിച്ചല്ല. എപ്പോഴും നിങ്ങൾ ഇത് ഓർക്കണം. കുറെ പേർക്ക് പറ്റുന്നൊരു മണ്ടത്തരമുണ്ട്. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1ന്റെ ഇടയിൽ നിൽക്കും. ഓക്കെ, എത്ര ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും അതിന് അറ്റ്മോസ്റ്റ് അതിന് 1 വരെ എത്താൻ പറ്റും. അതിന് മേലോട്ട് അതിന് പോകാനും പറ്റത്തില്ല, 0ക്ക് താഴോട്ട് അതിന് വരാനും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര മിസ്റ്റേക്ക് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലോ. പ്രോബബിലിറ്റിയുടെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1 വരും. അതിനിടയ്ക്ക് പ്രോബബിലിറ്റി നിൽക്കും എപ്പോഴും. ഓക്കെ, അപ്പം ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രോബബിലിറ്റി വാല്യൂ അല്ല, ഹയസ്റ്റ് പ്രോബബിലിറ്റി ഇവിടാണ്. അപ്പം ഞാൻ പറഞ്ഞ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഇവിടെ. എന്നാൽ പ്രോബബിലിറ്റി വാല്യൂ എന്തുവാ? കാരണം നമ്മളിപ്പോ പറഞ്ഞ എന്താ, പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നല്ലേ. അപ്പൊ അവിടുത്തെ കണ്ടുപിടിക്കുന്ന സാധനത്തിന് ആരെയാ? പ്രോബബിലിറ്റി അല്ലേ. അതിന് ആരൊക്കെയാണ് വേണ്ടുന്നത്? ഏരിയയും പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഏരിയ ഉണ്ട്. എന്താ ഏരിയ? അതായത് ഈ കാണുന്ന ഭാഗം, ഈ പാർട്ട് കണ്ടില്ലേ? ഈ കാണുന്ന ഗ്രീൻ റിംഗ് കഴിഞ്ഞുള്ളതും ഈ കാണുന്ന ഈ റിങ്ങിന് അകത്തും ഉള്ളത്. ഓക്കെ, ആ ഏരിയ നമ്മുടെ കയ്യിലുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റിയും കൂടെ കിട്ടിയാൽ നമുക്ക് ആ സൈഡിലത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഇവിടാണ് പ്രശ്നം. അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ കിട്ടും? ഏരിയ നമുക്ക് സുഖത്തെ കിട്ടും, കാരണം നമുക്കറിയാമല്ലോ അതാണ് ഏരിയ. പക്ഷെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ കിട്ടും? അതിലാണ് ഒരു ചലഞ്ച്. അതെന്താന്ന് ഞാൻ പറയട്ടെ. അതായത് നമ്മൾ ഇവിടെ വന്ന്, ഓക്കെ, ഈ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറിയണമെങ്കിൽ ഈ കാണുന്ന യെല്ലോ റിങ്ങിന്റെ ഈ കാണുന്ന യെല്ലോ ഷെല്ലിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി. മനസ്സിലായോ? പക്ഷെ നമുക്ക് വേണ്ടുന്ന ഈ ഒരു പാർട്ടിലെ മാത്രമല്ലല്ലോ, ഈ കാണുന്ന എൻ്റർ ഏരിയയിലേ അല്ലേ. ഈ എൻ്റർ ഏരിയ ഏതാണ് നമുക്ക് വേണ്ടത്? ഇത്രയും ഷെൽസ് ഇങ്ങനെ പറക്കി വെച്ചൂടെ? അത് ഇത്രയും ഹൈറ്റ്സ് ഉണ്ട്, മനസ്സിലായി? ഇത്രയും ഷെൽസ് ഇങ്ങനെ പറക്കി വെച്ചൂടെ? കണ്ടോ? ഇതാണ് പ്രശ്നം. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫിക്സ്ഡ് ഏരിയ ഉണ്ട്, പക്ഷെ ഒരു ഫിക്സ്ഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇല്ല. അതായത് ഈ കാണുന്ന പാർട്ട് വിട്ട് ഈ കാണുന്ന പാർട്ട് വരേക്കും, അതായത് ഞാൻ ബോട്ടത്തിൽ നിന്ന് കാണിച്ചു തന്നാൽ ഇവിടം തൊട്ട് ഇവിടം വരേക്കും ഒരു ഫിക്സ്ഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ല, മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഉള്ളത്. കണ്ടില്ലേ? മൾട്ടിപ്പിൾ ഹൈറ്റ്സ് ഉള്ളത്. കാരണം ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ അതായത് e⁻² കർവ് കണ്ടോ? ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കുക. സോ ആ കാണുന്ന സ്പെസിഫിക് ഏരിയയിൽ മൾട്ടിപ്പിൾ ഹൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഏത് ഹൈറ്റ് നമ്മൾ എടുക്കും? ഓക്കെ, ഇപ്പൊ കുറെ പേരുടെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടായിരിക്കും ആവറേജ് എടുത്താൽ പോലെ. അല്ലല്ല, ഇത് പ്രോബബിലിറ്റിയാ, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ആവറേജ് എടുക്കാൻ പറ്റത്തില്ല. ആവറേജ് പറ്റത്തില്ല, അതാ പ്രശ്നം. മനസ്സിലായോ? ആവറേജ് എടുത്താൽ തെറ്റ് ആൻസറേ കിട്ടും. ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ മിഡിലിൽ കാണുന്ന ചിലപ്പോൾ ഒരു ഹൈറ്റ് വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടോട്ടുള്ള ഈ ഒരു പോയിന്റിലായിരിക്കും കിട്ടുക. കാരണം എക്സ്പോണൻഷ്യലി കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ആയിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ മാത്രം പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. മനസ്സിലായോ? ഓക്കെ, അതായത് മൾട്ടിപ്പിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ആണ് നമ്മുടെ പ്രശ്നം. സോ ആ കാണുന്ന ഏരിയയിൽ ഈ കാണുന്ന ഏരിയയിലെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പാടാണ്. കാരണം നമ്മുടെ കയ്യിൽ ഏരിയ ഉണ്ട്, സമ്മതിക്കുന്നു, പക്ഷെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഒരുപാടുണ്ട്. അതിൽ ഏത് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് എടുക്കണമെന്ന് അറിയത്തില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം ഉണ്ടായത് തന്നെയാണ് നമുക്ക് അത്ര ഏരിയയിലെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇനി ചെറിയൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഇതിനെ വേറെ വിഷ്വലി കാണിച്ചു തരാം. ഒരിക്കലും ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ല. നമ്മൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഷെല്ലുകൾ എടുത്തതെന്ന്? വേറെ ഒന്നുമില്ല. ഈ ഷെല്ല് ഞാൻ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമല്ല. വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, ഈ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടി, ഈ ഷെല്ലിന്റെ ഹൈറ്റ് എടുത്താൽ മതി. അതിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഷെല്ലും കൊണ്ട് വേറെ ഉപകാരം പിന്നുണ്ട്.
ഓക്കെ. പക്ഷെ ഇവിടെ ഈ കേസിൽ ഈ ഷെല്ല് കൊണ്ട് ഈ ഹൈറ്റ് കാണിച്ചു തരാൻ പറ്റും. അതായത് ഈ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടി വലുത് ഈ ഷെല്ലിനെ ഓടിച്ച് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഓക്കെ ഇനി ഈ ഷെല്ലിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവും. ഓക്കെ. സോ ആ സ്പെസിഫിക് പോയിന്റിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടാൻ ഈ ഷെല്ലിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി. ഈ ഷെല്ല് വരയ്ക്കണമൊന്നുമില്ല, നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് ഹൈറ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് ഫോർ എ വിഷ്വൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാൻ വേണ്ടി ഷെല്ല് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഷെല്ലിനെ കുത്തിപ്പിടിച്ചിട്ട് സംശയം തോന്നണ്ട. ഓക്കെ. നമുക്ക് നമ്മുടെ വേറെ ഡാറ്റ് ബോർഡ്